ചൈന അഞ്ചാം തലമുറയിലെയും ആറാം തലമുറയിലെയും യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ അവയെ നേരിടാൻ ഇന്ത്യയിലെ ഘാതക് ഡ്രോണുകൾക്ക് കഴിയുമെന്ന് വിദഗ്ധർ. J-20 ആണ് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം. ആറാം തലമുറ യുദ്ധവിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഘാതക് ഡ്രോണുകളുടെ ഫ്ലൈറ്റ് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ചിത്രദുർഗയിലെ എയറോനോട്ടിക്സ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി നടത്തിയതോടെ ആളില്ലാ ഡ്രോണുകളുടെ പ്രീമിയം ക്ലബിൽ ഇന്ത്യയും കയറിയിരിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഘാതക് എന്നത് ആളില്ലാത്ത ആകാശവാഹനത്തിൽപ്പെട്ട ഡ്രോൺ ആണ്. ഇതിന് ചൈനയുടെ J-20യെ വരാനിരിക്കുന്ന ആറാം തലമുറയെയും നേരിടാൻ കഴിയുമെന്ന് മാത്രമല്ല, ആളില്ലാ ഡ്രോൺ ആയതിനാൽ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് മനുഷ്യജീവൻ പൊലിയുമോ എന്ന ഭയവും വേണ്ട. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ വില കൂടിയ റഡാർ സംവിധാനങ്ങളും കമാൻഡ് സെന്ററുകൾ എന്നിവയും നശിപ്പിക്കാൻ ഘാതകിന് കഴിയും. 13 ടൺ മാത്രമേ ഘാതകിന് ഭാരമുള്ളൂ. ഭാരം കുറഞ്ഞ കാർബൺ ഉപയോഗിച്ചാണ് ഘാതകിന്റെ ചിറകുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാലില്ലാത്ത രീതിയിലാണ് ഡിസൈൻ. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തിന് പോലും 2.5 ടൺ ഇന്ധനമേ വഹിക്കാൻ കഴിയൂ എങ്കിൽ ഘാതകിന് 3.7 ടൺ ഇന്ധനം വഹിക്കാൻ സാധിക്കും. 5 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ കഴിയും. പൈലറ്റുമാർ പറത്തുന്ന തേജസ് യുദ്ധവിമാനത്തെക്കാൾ ദൂരത്തേക്ക് ശത്രുപാളയത്തിലേക്ക് പറക്കാൻ ഘാതകിന് കഴിയും. മാത്രമല്ല, ദീർഘനേരം ശത്രു കേന്ദ്രങ്ങൾക്ക് മീതെ ആകാശത്തിൽ പതുങ്ങിയിരിക്കുവാനും ഇതിന് കഴിയും. സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുടെ കാര്യത്തിൽ ഘാതക് ശരിക്കും ഘാതകൻ തന്നെയാണ്. 1.5 ടൺ വരെ ആയുധങ്ങളുടെ ഭാരമാകും. ഇതിൽ പ്രിസിഷൻ ഗൈഡ് ബോംബ്, ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ, ആകാശത്തിരുന്ന് മറ്റ് പോർവിമാനങ്ങളെ തകർക്കാനുള്ള മിസൈലുകൾ എന്നിവ വഹിക്കുവാനും ഇന്ത്യയുടെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലായ അസ്ത്ര മാർക്ക് 3യും ഘാതകിന് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചൈനയുടെ 5-6 തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെയും അവാക്സ് വിമാനങ്ങളെയും ടാങ്കറുകളെയും തകർക്കാൻ ഘാതകിന് കഴിയുമെന്നു സാരം. ആധുനികമായ സെൻസർ സ്യൂട്ടുകളാണ് സ്റ്റെൽത്ത് യുദ്ധ ജെറ്റുകളെ തകർക്കാനുള്ള ശേഷി ഘാതകിന് നൽകുന്നത്. ഇതിലെ ഡിസ്ട്രിബ്യൂട്ടഡ് അപ്പർച്ചർ സംവിധാനം വഴി 360 ഡിഗ്രിയിൽ ശത്രുക്കളുടെ നീക്കം നിരീക്ഷിക്കുവാനും ഘാതകിന് കഴിവുണ്ട്. അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനങ്ങളായ F-35 ഉപയോഗിക്കുന്ന അതേ നിലവാരത്തിലുള്ള DAS ആണ് ഘാതകിനുള്ളത്. യുദ്ധവിമാനത്തിനുമായി താരതമ്യം ചെയ്യുമ്പോൾ, അതായത് യുദ്ധവിമാനവുമായുള്ള താരതമ്യം ചെയ്യുമ്പോൾ ഘാതക് ഡ്രോണുകളുടെ നിർമ്മാണത്തിന് ചുരുങ്ങിയ ചെലവേ വരൂ. ചൈനയുടെ 5-6 തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളെ കുറഞ്ഞ ചിലവിൽ നേരിടാനുള്ള അവസരം കൂടിയാണ് ഘാതക് ഡ്രോണുകൾക്ക് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച 83 kN കുതിപ്പ് ശേഷിയുള്ള കാവേരി എഞ്ചിനാണ് ഈ ഘാതക് ഡ്രോണുകളിൽ ഉപയോഗിക്കുക. ബംഗളൂരു ഗ്യാസ് ടർബൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് കാവേരി എഞ്ചിനാണ് നിർമ്മിച്ചത്. ഘാതക് എന്ന ഇന്ത്യയുടെ ആളില്ലാ യുദ്ധവിമാനത്തെ പറത്താൻ സഹായിക്കുന്ന എഞ്ചിനാണ് ഡ്രൈ കാവേരി എഞ്ചിൻ. ഈ കാവേരി എഞ്ചിനെ ഡ്രൈ എന്ന് വിളിക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. അതായത് സാധാരണ യുദ്ധവിമാനങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഊർജം നൽകുന്ന ടർബോ എഞ്ചിനുകൾ എണ്ണയെ യന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ഊർജമാക്കി മാറ്റുമ്പോൾ ധാരാളം ചൂടും ശബ്ദവും പുറപ്പെടുവിപ്പിക്കാറുണ്ട്. എന്നാൽ ഡ്രൈ എഞ്ചിനുകൾ ഈ ചൂടും ശബ്ദവും ഉണ്ടാകാറില്ല. ഇതാണ് ഘാതക് ഡ്രോണിനെ ശത്രുവിന്റെ റഡാറിൽ പതിയാതെ ആകാശത്ത് ഒളിച്ചിരിക്കാൻ പ്രാപ്തമാക്കുന്നത്. ഫ്ലൈയിങ് ഡ്രോൺ എന്നും ഘാതക് എന്ന ആളില്ലാത്ത യുദ്ധവിമാനത്തെ വിളിക്കാറുണ്ട്. അതിന് കാരണം ഘാതകിന് റഡാറുകൾ കാണാതെ ഒളിച്ചിരിക്കുവാനുള്ള സ്റ്റെൽത്ത് ശേഷി ഉള്ളതിനാൽ ഇതിനെ ശത്രു അറിയാതെ ആ രാജ്യത്തിന്റെ ഉള്ളറകളിലേക്ക് ഇരുചെവി അറിയാതെ കടന്നു ചെന്ന് ഉൾപ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ ശേഷിയുണ്ട്. ശത്രുക്കളെ നിരീക്ഷിക്കുവാനും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുവാനും സാധിക്കും. എന്തായാലും സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചാണ് DRDOയുടെ സഹകരണത്തോടെ കാവേരി ഡ്രൈ എഞ്ചിൻ സ്വന്തമായി നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിച്ചത്. ആ വലിയ ദൗത്യമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സർട്ടിഫിക്കേഷൻ പ്രക്രിയകൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈ കാവേരി എഞ്ചിൻ ഫലപ്രദമാണോ എന്ന് പരിശോധിക്കാൻ ചില പരീക്ഷണങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. എഞ്ചിന്റെ സുസ്ഥിരത, പ്രവർത്തനശേഷി, പ്രവർത്തന മികവ്, റീസ്റ്റാർട്ടിനുള്ള കഴിവ് എന്നിവ ഉറപ്പുവരുത്താൻ ഈ പരീക്ഷണം കൂടിയേ തീരൂ. ഏതായാലും ഈ സർട്ടിഫിക്കേഷൻ പ്രക്രിയ കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാവും. അതായത് 2029 പുതിയ ഘാതകിന്റെ പ്രാരംഭ രൂപം പുറത്തിറക്കുന്നതാണ് പുതിയ ലക്ഷ്യം. 2030-ലോ 31-ലോ തുടക്കത്തിൽ ഈ പ്രാരംഭ രൂപത്തിനുള്ള ഘാതകിന്റെ പറക്കൽ പരീക്ഷണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്.